ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യം. നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. ഇന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെ കൂടെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കണമേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ദൈവം ദാനമായി നൽകിയ പൗരോഹിത്യ ജീവിതത്തിന്റെ 9 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെ കൂടെ പ്രത്യേകമായിട്ട് ഓർക്കുക. ഇന്ന് മാത്രമല്ല, തുടർന്നും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വചനത്തില് യൗസേപ്പ് പിതാവ് നസ്രത്തിൽ വന്ന് താമസിക്കുന്നത് നമ്മൾ കാണുന്നു അല്ലേ. വലിയൊരു ഓട്ടം കഴിഞ്ഞ്, ഒത്തിരിയേറെ സഹനങ്ങൾ കഴിഞ്ഞ് ദൈവവചനം അനുസരിച്ച് ജീവിച്ചപ്പോൾ സന്തോഷത്തിന്റെ കുറച്ച് ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരിക അല്ലെ. സഹനങ്ങൾക്ക് അപ്പുറമുള്ള സന്തോഷം. എപ്പോഴാണ് ഈ സഹനം തുടങ്ങുന്നത്? കാലിത്തൊഴുത്തിൽ ജനനം, ഈജിപ്തിലേക്കുള്ള പലായനം, അതിനുശേഷം നസ്രത്തിൽ വന്ന് താമസിക്കാനായിട്ട് തയ്യാറാവുന്ന യൗസേപ്പിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിലും ഇഷ്ടം പോലെ സഹനമുണ്ടാകും. അത് പൗരോഹിത്യ ജീവിതമായിക്കൊള്ളട്ടെ, സന്യസ്ത ജീവിതമായിക്കൊള്ളട്ടെ, കുടുംബ ജീവിതമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ ഇഷ്ടം പോലെ സഹനമുണ്ട്, വേദനകളുണ്ട്. ഈ സഹനങ്ങൾക്കും ഈ വേദനകൾക്കും അപ്പുറം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തില് സന്തോഷത്തിന്റെ നിമിഷങ്ങള് പ്രദാനം ചെയ്യുമെന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. യോസേപ്പ് പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടാണ്. കാലിത്തൊഴുത്ത് തൊട്ട് ഈജിപ്തിലേക്കുള്ള പലായനം വരെ ഒത്തിരിയേറെ വേദനയിലൂടെ യോസേപ്പ് പിതാവും കുടുംബവും കടന്നു പോയത്. പക്ഷേ നസ്രത്തില് ദൈവപരിപാലനയില് ജീവിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രതീക്ഷയോടുകൂടി നീ കാത്തിരുന്നാല് നിന്റെ ജീവിതത്തില് സഹനങ്ങൾക്ക് അപ്പുറം സന്തോഷമുണ്ടാവും എന്ന് കൃത്യമായിട്ട് നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൽ നിനക്ക് അത് ലഭിക്കും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ഈ സഹനങ്ങൾ വേണ്ട. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം മതി. സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എന്നാല് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്, സന്തോഷം മാത്രമല്ല നിനക്ക് ലഭിക്കാൻ പോകുന്നത്, ഇഷ്ടം പോലെ സഹനം നിനക്കുണ്ടാവും. നിന്റെ ജീവിതത്തില് നിനക്ക് വേദനകൾ ഉണ്ടാവും. ഈ വേദനകളില് നീ ദൈവത്തോട് ചേർന്നിരുന്ന് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറായാല് ഉറപ്പായിട്ടും നിനക്ക് സന്തോഷം നേടിയെടുക്കാനായിട്ട് സാധിക്കും. വേദനകൾക്ക് അപ്പുറമാണ് സന്തോഷം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഈ സഹനങ്ങൾക്കപ്പുറം നിന്റെ ജീവിതത്തില് പ്രത്യാശയുടെ സന്തോഷത്തിന്റെ ഒരു ദിനമുണ്ടേ എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാല് നമ്മളൊക്കെ നിരാശയിൽ വീണുപോകും. വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രമേ എനിക്ക് സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളില് വീണു പോകരുത്. ഈ സഹനങ്ങൾക്കപ്പുറം നമുക്കൊക്കെ ഒരു സന്തോഷമുണ്ട് എന്ന് തിരിച്ചറിയാം. ആ സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്നിരുന്ന് ആഴമായ വിശ്വാസത്തോടെ ഏത് സഹനത്തെയും അതിജീവിക്കുവാനായിട്ട് വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി ജീവിച്ച് ജീവിതത്തില് എന്നും മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.